സന്ദീപ് വാര്യരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. കാരണം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് വാര്യർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും എന്നുകൂടി സന്ദീപ് വാര്യർ അങ്ങനെ ഒരു വാഗ്ദാനം കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് പാലക്കാട് BJP-യിൽ സംഭവിക്കുന്നത്, കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൊട്ടിത്തെറി എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിലിപ്പോൾ സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു കളി കളിക്കുകയാണല്ലോ. കൗൺസിലർമാർക്ക് സ്വാഗതം എന്ന് DCCയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നതാണ്. ആ രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി കളിക്കുന്നത് സന്ദീപ് വാര്യരെ വെച്ചിട്ടാണ്. ഇത് BJP സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. കാരണം ഈ പരാജയത്തോടുകൂടി കൗൺസിലർമാരുടെ തലയിൽ ആ ആരോപണങ്ങൾ, പരാജയ കാരണം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും കൗൺസിലർമാർ അതിനെതിരെ പ്രതികരിക്കുന്നു. പ്രമീള ശശിധരന്റെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതികരണം തന്നെ ഉണ്ടാകും. ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യം DCC പ്രസിഡന്റും ശ്രീകണ്ഠനും ഒക്കെ തന്നെ ഈ കൗൺസിലർമാരെ, അതൃപ്തിയുള്ള കൗൺസിലർമാരെ BJP ആശയം വിട്ടു വന്നാൽ സ്വീകരിക്കുമെന്നുള്ള നിലപാടെടുക്കുന്നത്. ഇതിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സന്ദീപ് വാര്യർ വഴിയാണ് കോൺഗ്രസ് നേതൃത്വം ഈ കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തുന്നത്. കാരണം സന്ദീപ് വാര്യർക്ക് ഇതിൽ പലരുമായും നല്ല അടുപ്പമുണ്ട്, പരിചയമുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ പാർട്ടി വിട്ടു പോയാലും പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ സന്ദീപ് വാര്യർ വഴി ഇത്തരത്തിലൊരു ചർച്ച നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയങ്ങൾ ഇരുവർക്കുമിടയിൽ അല്ലെങ്കിൽ ഇരു പാർട്ടികൾക്കുമിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ കൗൺസിലർമാർ മാറുകയാണെങ്കിലൊക്കെ അത് അയോഗ്യത, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ഇതിൽ ഭൂരിപക്ഷം BJP-യിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ, കൗൺസിലർമാർ മറ്റ് നീക്കങ്ങളിലേക്ക് പോകുമോ എന്നാണ് ഇനി കാത്തിരിക്കുക.